മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിയിൽ കുഴൽനാടനെ ജയിച്ച ആവേശത്തിലാണ് വീണ വിജയൻ. എക്സാലോജിക്കിന്റെ അടിവേര് തോണ്ടാനിറങ്ങിയ കുഴൽനാടനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വീണയെന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. ചിന്നക്കനാലിലിട്ട് കുഴൽനാടനെ പൂട്ടാനാണ് നീക്കം. സർക്കാർ ഇതുവരെ കാര്യമാക്കാതിരുന്ന റിസോർട്ട് ഭൂമി ഇടപാടിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വിജിലൻസ്. കുഴൽനാടനെ എങ്ങനെയും തൂക്കി അകത്താക്കണം എന്നതാണ് പിണറായിയുടെയും മകളുടെയും ആവശ്യം. ചിന്നക്കനാൽ വിഷയത്തിൽ കുഴൽനാടനെ കുടുക്കാനുള്ള പ്ലാനിംഗ് നടത്തുന്നത് വീണ വിജയനാണ്. കുഴൽനാടനോട് തീർത്താൽ തീരാത്ത പകയുള്ളത് വീണയ്ക്ക് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എക്സാലോജിക്കിന് ഷട്ടർ ഇടേണ്ടി വന്നത് കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങൾ ഏണിയായതോടെയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനെത്തും മുൻപേ എക്സാലോജിക്ക് പ്രവർത്തനം പൊടുന്നനെയാണ് അവസാനിപ്പിച്ചത്. തട്ടിപ്പിന് വേണ്ടി അച്ഛനും മകളും കൂടി തട്ടിക്കൂട്ടിയ കമ്പനിയാണ് ഇതെന്ന വാദം ഉയർന്നു. ഏതായാലും എക്സാലോജിക് നശിപ്പിച്ചത് കുഴൽനാടനാണ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഇടുക്കി വിജിലൻസ് ഇപ്പോൾ ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. തെറ്റുകാരനെങ്കിൽ കുഴൽനാടനെ ഇപ്പോൾ ശരിയാക്കുമെന്ന്. വലിയ ശുഷ്കാന്തിയാണ് കുഴൽനാടൻ വിഷയത്തിൽ വിജിലൻസ് കാണിക്കുന്നത്. എത്രയോ കാലം മുൻപ് ചിന്നക്കനാലിലെ റിസോർട്ടിൽ ആരോപണം വന്നതാണ്. അന്നൊന്നും ഒരു നടപടിയും എടുക്കാതിരുന്ന വിജിലൻസ് ഇപ്പോൾ വീണ വിഷയം കത്തുമ്പോൾ തന്നെ കുഴൽനാടന് പിടിമുറുക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? വിജിലൻസ് വലിയ ആവേശത്തിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു ഭൂമി വാങ്ങിയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മിച്ച ഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലാണ് റിസോർട്ട്. കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്കുവരവോ സാധ്യമല്ല. ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് മാത്യു സ്ഥലം വാങ്ങിയതെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ, ഇടനിലക്കാർ ഉൾപ്പെടെ 21 പ്രതികളാണ് കേസിലുള്ളത്. 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. 2012 മുതലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് FIR ഇട്ടിരിക്കുന്നത്. ഉടുമ്പൻചോല തഹസിൽദാർ PK ഷാജിയാണ് കേസിലെ 1ാം പ്രതി. ക്രമവിരുദ്ധമായി ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനായി ഇദ്ദേഹം ഇടപെട്ടുവെന്നാണ് FIR-ൽ പറയുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കേസിൽ പ്രതികളാണ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയതായി നേരത്തെ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. നികുതി തട്ടിപ്പ് നടത്തി, 50 സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ചു, മിച്ച ഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം രജിസ്ട്രേഷൻ നടത്തി എന്നിവ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. അന്ന് ഇതെല്ലാം കണ്ടെത്തിയെന്നും പറഞ്ഞ് ആ വഴിക്ക് പോയതാണ് വിജിലൻസ്. പിന്നീട് ഇപ്പോഴാണ് അരങ്ങത്തേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മാത്യു കുഴൽനാടനെ തൂക്കി അകത്തിടണം. അതിന് പഴുതു നോക്കിയ പിണറായി സർക്കാരിന് വീണ് കിട്ടിയ അവസരം കട്ടയ്ക്ക് പിടിക്കുകയാണ്. കുഴൽനാടന് മാത്രമല്ല റിസോർട്ടും ഭൂമിയും ഉള്ളത്. CPM നേതാക്കളുടെയും ഭൂമി ചിന്നക്കനാലിലും ദേവികുളത്തും ഒക്കെയുണ്ട്. അവിടെയെല്ലാം അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്നും അന്വേഷണത്തിന് സർക്കാരോ ഈ പറഞ്ഞ വിജിലൻസോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല. MM മണിയും അനുജനും ചേർന്ന് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയിട്ടുണ്ട്. അവിടേക്കും അന്വേഷണമില്ല. പക്ഷേ കുഴൽനാടന് പിന്നാലെ കൂടിയിരിക്കുകയാണ് വിജിലൻസ്. കുഴൽനാടനെ പൂട്ടുന്നതിന് വേണ്ടി CM ഓഫീസിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. ഇതിന്റെ തലപ്പത്തുള്ളത് വീണ വിജയനാണത്രേ. ക്ലിഫ് ഹൌസിൽ ഇരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഈ സംഘത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് വീണ വിജയനാണെന്ന്. മാത്യുവിനെ പൂട്ടേണ്ടത് വീണയുടെ ആവശ്യമാണ്. പിണറായിക്കുള്ള മറുപടി കുഴൽനാടൻ കൊടുത്തു കഴിഞ്ഞു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ED എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിൽ പിണറായി വിജയന് വിജിലൻസ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത്.